പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മേ, കൃപാസന പ്രസാദപരമാതാവേ, ഈ സന്ധ്യയുടെ യാമത്തിൽ ഞങ്ങൾ ഇതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും സങ്കടങ്ങളും ഹൃദയഭാരങ്ങളും അമ്മ ഏറ്റെടുത്ത് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, പലവിധ പ്രയാസങ്ങളാലും കഷ്ടതകളാലും അമ്മയെ തേടി വന്നിരിക്കുന്ന ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ഞങ്ങളുടെ വേദനകൾക്ക് ഉത്തരം നൽകുകയും ചെയ്യണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കൾക്ക് നല്ല തൊഴിൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ. പരീക്ഷ എഴുതി റിസൾട്ടിനായി കാത്തിരിക്കുന്ന മക്കൾക്ക് നല്ല വിജയം കൊടുത്ത് അനുഗ്രഹിക്കണമേ. പരീക്ഷയിൽ പാസ്സാകാൻ കഴിയാതെ നിരാശയിൽ ജീവിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് അമ്മ പ്രത്യാശയായി ഇറങ്ങിച്ചെല്ലണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, രോഗികളായ മക്കളെ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, വിട്ടുമാറാത്ത പനിയുടെ അസ്വസ്ഥത മൂലം ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ആ കുഞ്ഞുങ്ങൾക്ക് വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ. പഠിക്കുന്ന കാര്യങ്ങളൊന്നും ഓർമ്മയിൽ നിൽക്കാതെ ഭാരപ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അവർക്ക് പഠിക്കാനുള്ള ബുദ്ധിയും ശക്തിയും അറിവും ജ്ഞാനവും അമ്മ കൊടുക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കിഡ്നി സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ആ മക്കൾക്ക് വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ. മുട്ടിന് തേയ്മാനം മൂലം ഭാരപ്പെടുന്ന മകളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ. നട്ടലിൻ്റെ തേയ്മാനം മൂലം ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, എല്ലാ മക്കളുടെയും ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണമേ. അമ്മേ മാതാവേ, ബ്ലഡിലുണ്ടാകുന്ന അണുബാധ മൂലം ഭാരപ്പെടുന്ന മകനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ക്യാൻസർ രോഗികളെ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയ്ക്ക് നൽകുന്നു. ആ മക്കളുടെ ജീവിതത്തിലേക്ക് അത്ഭുതമായി രോഗസൗഖ്യമായി അമ്മ ഇറങ്ങി വരണമേ. ആ മക്കൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഈശോയെ, അങ്ങ് ഈ ഭൂമിയിൽ പ്രവർത്തിച്ച എല്ലാ അത്ഭുതങ്ങളും ഇനിയും ഓരോ രോഗികളായ മക്കളിലും പ്രവർത്തിക്കണമേ. ഈശോയെ, അങ്ങ് അന്ധന് കാഴ്ച കൊടുത്തതുപോലെ, ചെകിടന് കേൾവി കൊടുത്തതുപോലെ, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയതുപോലെ അങ്ങ് പ്രവർത്തിച്ച എല്ലാ അത്ഭുതങ്ങളും ഇനിയും ഞങ്ങൾക്കായി പ്രവർത്തിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഓപ്പറേഷനായി ഒരുങ്ങുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്തെല്ലാം അമ്മ കൂടെ ആയിരിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കിഡ്നി സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന എല്ലാ മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ഓപ്പറേഷൻ ചെയ്യാൻ സാമ്പത്തികം പോലും ഇല്ലാതെ ഭാരപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആ മക്കൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം അമ്മ അവരുടെ കൈകളിൽ എത്തിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഭവനമില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, മാറി മാറി വരുന്ന കാലാവസ്ഥയിൽ ഭവനമില്ലാതെ ഭാരപ്പെട്ട് ദുഃഖത്തിൽ ജീവിക്കുന്ന മക്കളെ അമ്മ ഏറ്റെടുക്കണമേ. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ മക്കൾക്കും അടച്ചുറപ്പുള്ളൊരു നല്ല ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, പലവിധ പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും അകപ്പെട്ട് ജീവിക്കുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രശ്നത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ആ മക്കൾക്ക് നേരെ ഒരു പ്രകാശമായി അമ്മ കടന്നു ചെല്ലണമേ. അവരുടെ വഴിവാതിൽ അമ്മ തുറക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, സങ്കടത്തിലും വേദനയിലും ദുഃഖത്തിലും കഴിയുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ആ മക്കളോട് അലിവായിരിക്കണമേ. ആ മക്കളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിക്കുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ആ മക്കളുടെ അരികിലേക്ക് അമ്മയൊന്ന് കടന്നു ചെല്ലണമേ. അവരനുഭവിക്കുന്ന എല്ലാ ദുഃഖത്തിൽ നിന്നും വേദനയിൽ നിന്നും ഒറ്റപ്പെടലിൻ്റെ സങ്കടങ്ങളിൽ നിന്നും അമ്മ അവരെ രക്ഷിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് വിദേശത്തേക്ക് പോയിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന സ്ഥാനങ്ങളിൽ മനോഹരമായി ജീവിപ്പാൻ അമ്മ അവരെ സഹായിക്കണമേ. അമ്മ അവരെ മുദ്രയിട്ട് കാത്തുകൊള്ളണമേ. ഞങ്ങൾ മുഖാമുഖം കാണുവോളം അമ്മയുടെ ഭദ്രമാകുന്ന നീല മേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞുകൊള്ളണമേ. അവരുടെ ജോലി മേഖലകളെയെല്ലാം അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ അധികാരികളെയെല്ലാം അമ്മയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
അമ്മേ മാതാവേ, എല്ലാ മക്കളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അവർ ഓരോരുത്തരും ചെയ്യുന്ന ജോലികളിൽ പ്രശോഭിപ്പാൻ തക്കവിധം ഇടയാക്കണമേ. അവരുടെ കുറവുകളോ പോരായ്മകളോ ഒന്നും നോക്കാതെ അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ബാങ്ക് ലോൺ അടച്ചു തീർക്കാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടം വാങ്ങി ജീവിക്കുന്നവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, എല്ലാ മക്കൾക്കും ആവശ്യമായ സാമ്പത്തിക സഹായം അവരുടെ കൈകളിൽ എത്തിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, വിദേശത്തേക്ക് പോകാനായി ശ്രമിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിസ തടസ്സം നേരിടുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളുടെയും ആവശ്യ നേരത്ത് അമ്മ അവരോടൊപ്പം ആയിരിക്കണമേ. ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഈശോയെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഈശോയെ, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, ഞങ്ങൾ അങ്ങയുടെ മക്കളാണല്ലോ. ഈശോയെ, അങ്ങയുടെ ചായല സാദൃശ്യത്തിലുമാണല്ലോ ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി ഈശോ തമ്പുരാനോട് മാധ്യസ്ഥ അപേക്ഷിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കുറവുകളും നികത്തണമേ. ഞങ്ങളുടെ കുടുംബത്തിലെ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ. കർത്താവേ, അങ്ങേക്ക് മാത്രമേ ഞങ്ങളെ സഹായിപ്പാനാവുകയുള്ളൂ. ഞങ്ങളോട് കരുണയായിരിക്കണമേ. ദുഃഖത്തിലും വേദനയിലും ആയിരിക്കുമ്പോൾ ഞങ്ങൾക്ക് സഹായത്തിനായി പരിശുദ്ധ അമ്മയെ ഞങ്ങളോടൊപ്പം അയക്കണമേ. സകല വിശുദ്ധരുമേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ സമർപ്പിച്ചതും സമർപ്പിക്കാൻ വിട്ടുപോയതുമായ ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾ, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങളും ആകുലതകളും മനസ്സിലാക്കുന്ന പരിശുദ്ധ അമ്മേ, എല്ലാം അറിഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി ഈശോ തമ്പുരാനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.